ഒരു പേപ്പർ ഒന്ന് Yo, what's up everybody in the chat guys? ഞാനിപ്പോൾ MRG ഗ്യാങ് ഹൗസിലുള്ളത്. നമ്മൾ എല്ലാവരും കൂടി നമ്മൾ കോഴിക്കോടേക്ക് പോക്കാണ്. കുറച്ച് പരിപാടികളുണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആദിലിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, നാളെ ആദിലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓൻ അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് ഒരു iPhone 15 ഓന് ഗിഫ്റ്റ് ചെയ്യാൻ പോയത്. ഓക്കെ, അപ്പം നമ്മൾ കോഴിക്കോട് ഒരു പരിപാടിക്ക് പോകുന്നുള്ള ലെവലിൽ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് പകുതിക്ക് വെച്ചിട്ടാണ് പിന്നെ ഐഫോൺ കൊടുക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും ഉള്ളിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതെന്താ അവസ്ഥ നോക്കി. മൊത്തം ഇടയിൽ ഒന്ന് വൃത്തിയാക്കിയിടാ. ഗ്യാങ് വണ്ടി എടാ ഒന്ന് പുറത്തെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടാ. ഇതെന്താടാ അവസ്ഥ? റെഡിയാ? പോവാ ഗൈസ്. ഇത് ട്രയലിന് വന്ന എഡിറ്ററാണ്. ഇത് പുതിയൊരാളെ കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ അടിക്കണ്ട. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മള് പുതിയൊരു എഡിറ്ററിനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം 600 ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എഡിറ്റർ ആകാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 10 ആൾക്കാരെ സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 10ൽ ഒരാളാണ് ഇവൻ. ഓക്കെ, പേര് പറയടാ. പേര് പറഞ്ഞെടുക്കടാ. ആൽബിൻ. സ്ഥലം കോട്ടയം പാലക്കാരൻ ആൽബിൻ ആണ് ഫസ്റ്റത്തെ ട്രയൽ. ആ 10 ആൾക്കാരെ നമ്മൾ ട്രയൽ അടിക്കും. അപ്പൊ ഫസ്റ്റത്തെ ട്രയൽ ഇവനാണ്. എല്ലാരും 3 ദിവസം വന്നിട്ട് നമ്മളൊന്നിച്ച് വന്ന് എഡിറ്റും ക്യാമറയെല്ലാം പിടിച്ച് ഈ 10ലെ ഏറ്റവും ബെസ്റ്റ് ആരാണോ അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അപ്പൊ എല്ലാവരും റെഡി. നമുക്ക് പോവാം. സാധനങ്ങളേറ്റ് എന്താണിത്? എത്ര മണിക്കൂർ ഇറങ്ങിട്ട്? 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂർ. ചായ പെട്രോൾ പമ്പില് വിശപ്പ്. നമ്മള് ചായ കുടിക്കാൻ നിർത്തിയിട്ടുള്ള ഒരു വന്നോണ്ടിരിക്കുമ്പോ ഒരു നല്ലൊരു കൊറേ ഉയർന്നോടിയും ബോണ്ടയിലും കണ്ടപ്പോ മമ്മു നിർത്താൻ പറഞ്ഞു. നമ്മളെ നിർത്തി. എല്ലാരും ഇറങ്ങേ. എന്തെല്ലാം ഉള്ളതെന്ന് കാണിച്ചു. മമ്മ ഈ ബോണ്ട കണ്ടിട്ടാണ് മമ്മ നിർത്താൻ പറഞ്ഞത്. കാര്യം നമ്മളതിൽ കൂടെ വണ്ടി പാസ് ചെയ്ത വണ്ടി കുറെ മുന്നോട്ട് നിർത്തിയ ഈ ബോണ്ട കണ്ടി വന്ന് ദൂരത്ത് ഒരു പേപ്പർ ഒന്ന് ചേട്ടാ ഒരു പഴംപൊരി എടുക്കുന്നുണ്ടോ? A few moments later. വീടാ എന്റെ മോനെ. ഇതെന്താ കസ്റ്റമേഴ്സ് ഇവിടെ എന്താന്ന് എനിക്ക് അറിയില്ല. ഗൈസ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്റെ ചെക്കന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാരും നോർമലായിട്ട് ആക്ട് ചെയ്താൽ മതി. ഒന്നുമില്ല, ഞാൻ ഇവിടെ ഒരു കേസ് എടുക്കാനോ അല്ലെ ഹെഡ്സെറ്റ് എടുക്കാനോ വന്നെന്നുള്ള ലെവലില് ഇങ്ങോട്ട് വിളിച്ചോളാം. ചെക്കൻ ഉറങ്ങിയാണ്. ഓക്കെ, ഓറാക്കി ചളാക്കരുത് ആരും കേട്ടാ. ഓക്കെ അല്ലേ? ആരാ നമ്മള് എന്നെ ഓണർ ആരാ? അസ്സലാമു അലൈക്കും. സുഖല്ല? നല്ല സന്തോഷത്തോന്നി. വിചാരിച്ചിട്ടില്ല കിട്ടും. ഞാൻ വിചാരിച്ച കേസ് പഠിക്കാൻ വന്നേ. കേസ് പഠിക്കാൻ പറഞ്ഞാ വന്നേ. കണ്ടെല്ലാം ചോദിച്ചില്ല. ഫോൺ കടിച്ച് എന്ത് തോന്നുന്നു? സന്തോഷം. കുറേ നാള് മറ്റേ ഫോണും കൊണ്ട് ഇതായിട്ട് നടന്നാണ് നമ്മള് കാണലുണ്ട്. ഫോന് എന്താ പറയാ, അവന്റെ കുരുത്തക്കേടിനൊന്നും ഐഫോൺ നടക്കുന്നില്ല. ഇനിയിപ്പോ ഐഫോണില് HDMI ക്യാമറയെല്ലാം സഫലമാകട്ടെ.
ഇതാണ് മമ്മു. ശരിക്കും അറിയോ? ഇല്ല, വിചാരിക്കുന്ന പോലത്തെ മമ്മൂക്കല്ല, കുറച്ച് വിഷമം. ഈ ആളെ ഇതിന്റെ മുന്നേ ഒരു ദിവസം കണ്ടിട്ട് നമ്മളെ ഉദ്ഘാടനത്തിന് വന്നിട്ട് കച്ചറ ഭയങ്കര ഓർമ്മ ശക്തിയാണ്. ആ ഒരു സംഭവിക്കാനുള്ള ഓർമ്മ. അത് എത്ര എത്ര കൊല്ലേ? 3 കൊല്ലായോ? 2-3 കൊല്ലം മുമ്പുള്ളല്ലേ? അങ്ങനെ ഇത്ര ഓർമ്മ? പഴയ ഇഞ്ചിനല്ലേ മോനെ? പഴയ ഇഞ്ചിനല്ലേ മോനെ? അത് പുതിയതല്ലേ, നമുക്ക് പഴയതാണ്. അപ്പൊ ചെറിയ ഓർമ്മ. ഫുഡ് കഴിച്ചാ? കഴിക്കുന്നോ? എയർപോർട്സ് പ്രോ 2 എന്താ പറയാ? ഉള്ളിലൊതുക്കുന്ന ഞാൻ ദേശം കണ്ടറിയില്ല. മമ്മു വിളിക്കണേ. ഞാൻ ബാങ്കിന്റെ സെക്യൂരിറ്റിയാണ്. ബാങ്ക് പൂട്ടിയാൽ ഇവിടെ ചെറിയ പരിപാടി. നമ്മൾ ആദ്യത്തെ ബർത്ത്ഡേ ആയിട്ട് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. സാധനങ്ങൾ നോക്കി സ്പെഷ്യൽ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ബ്രോ? എന്തൊക്കെയാ പറഞ്ഞത്? ഇതെന്തൊക്കെയാന്ന് പറയാം? നോർമൽ അൽഫാം, പെരിപ്പരി അൽഫാം, കണിശല്ലി അൽഫാം, അതിന്റെ ഇടയിൽ മന്തി റൈസ് ഉണ്ടാവും, പിന്നെ ചിക്കൻ ടിക്കാസ് ഉണ്ടാവും 3 ഫ്ലേവറിൽ, അതൊരു 10 പീസ് ഉണ്ടാവും, പിന്നെ തന്തൂർ ചിക്കൻ ഒരു പീസ് ഉണ്ടാവും, 2 ബ്രോസിന്റെ ഒരു പീസ് ഉണ്ട്, 2 ടൈഗർ പ്രോൺസിന്റെ ഒരു പീസ് ഉണ്ടാവും, പിന്നെ അതിന്റെ ഇടയിൽ സിസാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാവും, 2 റൊട്ടി ഉണ്ടാവും, 2 നാൻ ഉണ്ടാവും, ഒരു ജ്യൂസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അങ്ങനെയുണ്ട്, തുടങ്ങുമല്ലോ. അല്ല, വേറെ ആരുമല്ല, സൂക്ഷിക്കേണ്ട ഒരാളുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട. എന്താ ഇല എടുത്ത് ഞാൻ താടാ. ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് 2025. എല്ലാ ഫുഡും ഉണ്ടാക്കി തരാൻ പറ്റി നമുക്ക് കയറിയതാണ്. ഇവനക്ക് ചോറും മോരും അറിയാന്ന് ഇവൻ ഉണ്ടാക്കി തരില്ലേ? പരിപ്പ് അറിയും. എപ്പം പുറത്തുനിന്ന് കഴിക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. മമ്മ എങ്ങനെയുണ്ട്? നമുക്ക് ജാസിനെ ചവിട്ടിയാലോ? എന്താ അഭിപ്രായം? എന്താടാ മമ്മളോട് ഫുഡ് തീരും. അപ്പം നേരെ പോയിട്ട് ഉറങ്ങാൻ പോയാ നമ്മൾ. ഇവിടെയാണോ? ആ, ഇത് തന്നെ. എന്താണോ മോനെ, വണ്ടി ഓടിക്കാൻ അറിയില്ലേ? നാട്ടിൻ്റെ ഉള്ളിൽ കയറി എവിടെയോ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പോയിട്ട് ഉറങ്ങട്ടെ, ബാക്കിയെല്ലാം രാവിലെ പറയാം. ഓക്കെ, പോയിട്ട് ഉറങ്ങട്ടെ, നല്ല ടയർഡാണ്. പോയിട്ട് ഇതാണ് സ്ഥലം. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. പക്ഷെ ഒരു സീനുണ്ടോ വെച്ചാല് വണ്ടീൻ്റെ ടയറ് പോയത്. ഗുഡ് മോർണിംഗ്. എന്താ കഥ? സുഖല്ല? ടയറ് പോയാലാ? പഞ്ചർ. എന്നോട് പറഞ്ഞ് മോനെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ആദ്യത്തെ പണി ടയറ് പഞ്ചറായി വണ്ടീൻ്റെ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി കേട്ടോ, കാര്യം പറയാലോ. നിങ്ങളെല്ലാം ഇവിടുത്തെ നാട്ടുകാരാ? ഇവിടെ ഈ പരിസരത്തല്ല ആണോ? ഇവിടെ അപ്പൊ ഇതിന്റെ എല്ലാം സെറ്റ് ചെയ്തോ? അല്ലാ, മാഷാ അല്ലാ. ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ടയറ് പഞ്ചറ് മാറ്റാനുള്ള സെറ്റപ്പ് ഇവർ ചെയ്തില്ല കേട്ടോ. ഈ നാടിന്റെ പേരെന്താ? ഒരു കുറുമരി കണ്ടി. നമ്മളിപ്പോ ഉള്ള കുറുമരി കണ്ടി. ഇത് റിസോർട്ടിന്റെ പേരെന്തായിരുന്നു?
ആ റിസോർട്ട് ഹിൽവുഡ് എന്താ പറയാ ഹിൽ കഴിഞ്ഞിട്ട് എന്താ രണ്ട് ഇതെന്താ വായിക്കോ ഹിൽ വുഡോ ഹിൽ ടീ വുഡോ ഹിൽ വുഡ് അതിന്റെ ഇടക്ക് എന്താ ഒരു എച്ച് ഹിൽ എച്ച് വുഡ് അങ്ങനെയുള്ളത് ഹിൽ എച്ച് വുഡ് ഹിൽ സ്റ്റേ. എടാ നമ്മൾ ഉറങ്ങി അടിക്കുമ്പോഴേക്ക് വേറെ നാട്ടുകാർ ഇടാ നമ്മളെ പഞ്ചർ അടക്കാനുള്ള സെറ്റപ്പെല്ലാം ചെയ്തിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ചേട്ടാ പേരെന്താ? സലാമ. എന്ത് ചെയ്യുന്നേ? ആണോ? സുഖല്ലായിരിക്കും. മോനെടാ വ്യൂ നോക്കടാ. ഇത് വെള്ളച്ചാട്ടാ? അതെ ഹാപ്പി ബർത്ത്ഡേ. എണിപ്പിച്ചേ എണീക്കാ. തോണല്ലോ എണീക്കാ. അമ്മോ ഷബീറ വാ വാന്ന്. ഓക്കെ എടുത്ത വ്യൂ കാണിച്ചോ. മുഴുകി പൂള് എടി ഇവിടുത്തെ നാട്ടുകാർ സത്യം പറയാലോ ഭയങ്കര സപ്പോർട്ട് കേട്ടാ. ഇവിടുത്തെ നാട്ടുകാർ കാര്യം പറയാലോ. അല്ലെങ്കിൽ പൊതുവെ കോഴിക്കോട് ഭാഗത്ത് അങ്ങനെയല്ല, കോഴിക്കോട് മലപ്പുറത്ത് ഈ ഭാഗത്ത് അങ്ങനെയാ ഭയങ്കര സപ്പോർട്ടാ. കാരണം വെച്ചാൽ ഞാൻ ഉറങ്ങുമ്പോ ഇത് പഞ്ചറായത് ആരും കുത്തി പൊട്ടിച്ചാന്ന് അറിയില്ല. കുത്തിയായിരിക്കോ മമ്മു സംഭവം ഇതാ മമ്മൂനെ വിളിക്കുന്ന മമ്മു ഫാൻസ്. മമ്മു ഫാൻസ് ഓ അങ്ങോട്ടോ വിളിക്കുന്ന ഉപ്പയാണ്. ആ വ്യൂ സെറ്റടാ. അവിടെ ഇവിടുത്തെ നാട്ടാറില്ല നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴേക്ക് പഞ്ചർ അടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൽ ആള് വരും പോലും ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു എന്നോട്. എന്നോട് നീ ഒന്നും നോക്കണ്ടാവ് അല്ല നമ്മൾ ചെയ്തോളൂ. അല്ല ജാസിനെ പിടിക്കാതിരിക്കും. അത് ആരാ? അത് രണ്ടാൾക്കാരാരോ. അവർക്ക് 40-45 വയസ്സുണ്ട്. പക്ഷെ അവരനങ്ങൂല. അവര് പണിയെടുക്കൂല. അവര് വണ്ടി ശരിയാക്കി കഴിഞ്ഞാ വണ്ടി കയറി ഇരിക്കും. അല്ലെ ഫുഡ് കൊണ്ടു കൊടുത്താ തിന്നു. മുമ്പിൽ വെച്ചാൽ ബെഡ് കൊടുത്താ കടന്നു കൊടുക്കും. അതല്ലാണ്ട് ഈ രണ്ട് തടിയന്മാർ ഈ രണ്ട് ഹിപ്പോപ്പൊട്ടാമസ് നീർനായകള് അവിടെ നനങ്ങൂല. വേറൊരു അവലോസം ഉണ്ടോ വന്നിട്ടുണ്ട്. ഇതാ ഇവരെന്ന് പറഞ്ഞാൽ കൊഴുക്കട്ടൊക്കെ കണ്ണും മൂക്കും വെച്ചത്. ഇവരെന്ന് വെച്ചാൽ ഫുഡ് മണത്താല് അല്ലെങ്കിൽ പെണ്ണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്ക് വായു ഉറക്കോ അല്ല എനർജറ്റിക് ആവുകയോ ഇങ്ങനെ നമ്മളെ ആവശ്യങ്ങൾക്കൊന്നും ഇവർ നനങ്ങൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സത്യം. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ആരാ പറയുന്നത് ഇങ്ങനെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടാ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും മുൻകൈ ഫസ്റ്റ് കേറി പണിയുന്ന മുൻകൈക്കും കാര്യം അതാ. ഓര് പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നില്ല. ഇത്രയും സമയം കഴിഞ്ഞ് ചോദിക്കാം എന്തായത് വണ്ടി ഇവരെന്താ വെച്ചപ്പോ ഓ അതറിയാം ഭാഗ്യം. അതെങ്കിലും വണ്ടി പഞ്ചറായതാണ്. ജാക്കി വെച്ചിട്ട് ജാക്കി വെച്ചിട്ട് നമ്മള് പോകും. മുനുവിന്റെ പരിപാടി തുടങ്ങി. എന്നാ പിന്നെ മുനുവിന്റെ മതിയായില്ല. ഇവരാരും വരണ്ടേയില്ല. അപ്പൊ ഞാൻ വരണ്ടേ? നീ വന്നിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഇവിടെ ഒരു ഉപകാരമില്ല. എനിക്കിതറിയാലോ. സോണാക്കുപ്പി ഭൂതക്കണ്ണാടി അറിയാലോ ഈ പരിപാടി. എന്താ അറിയാ? എനിക്കെന്താ അറിയാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സാധനം തിരികെ വെക്കും. എന്നിട്ട് അത് വലിക്കുമ്പോ വണ്ടി മൊത്തം പൊന്തും. എന്നിട്ട് ആ ടയർ ഊരിയെടുക്കും. ഇത് വേറൊരു ടയറാണ്. വേറെ ടയർ എടുത്ത് വരും. വേറെ ടയർ ഇങ്ങനെ പറിച്ചെടുക്കല. ടയർ ഷോപ്പിൽ നിന്ന് വാങ്ങണം. വാ കൂടെ എങ്ങനെ ആ ഇതാന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചേട്ടൻ. മമ്മു ഇവരെന്തൊരു ഗേയാ പറ.
ഇതെന്താ ഇങ്ങനെ എടാ ഞാൻ ഇട്ടോക്കട്ടെ വല്ലതും നടക്കോ ഇനി വില മുങ്ങണോന്ന് പറയണോ വില ഇനി പോണോ ഉള്ളംകുള്ളി വേലായുധൻ കളിക്കാന്നല്ലേ ഓ വീണ്ടും വേലായുധൻ കണ്ടെടുത്തേ എറിയും ചെയ്യില്ല വേലായുധൻ സ്റ്റാർട്ട് അങ്കോ അതിന് 6 പാക്ക് ഉണ്ട്. 3 പാക്കാ ഇനി ഒരു ബോളേ ഉള്ളൂ. 2 ബോളുണ്ടല്ലോ. ഇനി 4 ബോള് ഇതാ രണ്ടത് ഇത് വലിയ ബോളാ. കടിയാ മതി മതിയല്ല പോവാ വാ പോവാ ഓടിക്കോ മഴ ഓട് മഴ. ഇവിടെ അടിപൊളിയായിരുന്നല്ലോ ഇവിടെ. അതെ മമ്മോ നൈസായിരുന്നല്ലോ ഇവിടെ. ഊള് ബൈ ഗൈസ്. എന്തായിരുന്നു പേര്? ഷെല്ലോഡ്. എടാ സ്ഥലം എവിടെയാടാ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈങ്ങാപ്പുഴ. പോവാം. എന്ത് എടുക്കാലോ. അപ്പൊ ബ്രോ താങ്ക് യു. ഈ പുള്ളിയാ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയ ബ്രദർ. താങ്ക് യു. അപ്പൊ ശരി. അടിപൊളിയായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒറീസക്കാരനാ. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് നിങ്ങൾ ഉണ്ടാക്കിയതാ? ഇവരുണ്ടാക്കുന്ന ഫുഡായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പൊ ബൈ ഗൈസ്. സീ യു.